ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് റൂട്ട് മീൻ സ്ക്വയർ, അതായത് RMS വാല്യൂ ഓർ ഇഫക്റ്റീവ് വാല്യൂ. RMS വാല്യൂ അല്ലെങ്കിൽ ഇഫക്റ്റീവ് വാല്യൂവിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ഇതാണ്: ദ RMS വാല്യൂ ഓഫ് എൻ അൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ഗിവൻ ബൈ that steady current which when flowing through a given circuit for a given time produces the same heat as produced by the alternating current when flowing through the same circuit for same time. അതായത് നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്തു എന്ന് കരുതാം. ആ സർക്യൂട്ടിനകത്ത് ആദ്യം നമ്മൾ AC സപ്ലൈ നൽകി. AC സപ്ലൈ നൽകിയ സമയത്ത് അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കരുതാം. അതേ ഹീറ്റ് അതേ സർക്യൂട്ടിനകത്ത് അതേ സമയം കൊണ്ട് തന്നെ ഉണ്ടാവാൻ എത്ര DC അല്ലെങ്കിൽ സ്റ്റഡി കറണ്ട് വേണം? അതാണ് RMS വാല്യൂ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിളായിട്ട് പറയാം, നമ്മളൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തു, എന്നിട്ട് ആ വെള്ളം നമ്മൾ ചൂടാക്കാൻ പോവുകയാണ്. ചൂടാക്കാൻ ആദ്യം നമ്മൾ AC കൊടുത്തു, അതായത് അൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുത്തു. അങ്ങനെ അൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുന്ന സമയത്ത് 10 മിനിറ്റ് സമയം കൊണ്ട് ഏകദേശം ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ചൂടായി എന്ന് കരുതാം. അതായത് 10 മിനിറ്റ് സമയം കൊണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് ചൂടായി എന്ന് കരുതാം അൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതേ 10 മിനിറ്റ് സമയം കൊണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാവാൻ എത്ര DC വേണം? അതാണ് ശരിക്കും ഇതിൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇനി RMS വാല്യൂ ഓഫ് എൻ AC എന്ന് പറഞ്ഞാൽ ഏകദേശം 0.707 ടൈംസ് ഓഫ് ദ പീക്ക് വാല്യൂ ഓഫ് AC ആയിരിക്കും. അതായത് ACൻ്റെ മാക്സിമം വാല്യൂവിൻ്റെ 0.707 ടൈംസ് ആയിരിക്കും RMS വാല്യൂ വരിക. അപ്പോൾ RMS വാല്യൂ കാണാനുള്ള, അല്ലെങ്കിൽ കറണ്ടിൻ്റെ RMS വാല്യൂ കാണാൻ, അല്ലെങ്കിൽ IRMS കാണാനുള്ള ഇക്വേഷനാണ് 0.707 ഇൻറ്റു IM എന്ന് പറയും. അതുപോലെ തന്നെ VRMS കാണാനുള്ള ഇക്വേഷനാണ് 0.707 ഇൻറ്റു VM എന്ന് പറയും. ഇതാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഈ ഒരു വാല്യൂ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. IRMS = 0.707 IM ആൻഡ് VRMS = 0.707 VM. ഓക്കെ, അതേപോലെ അടുത്ത ഡെഫിനിഷനാണ് ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂവിൻ്റെയും റേഷ്യോനെ പറയുന്ന പേരാണ് ഫോം ഫാക്ടർ എന്ന് പറയും. അതായത് the ratio of RMS value to the average value of an alternating quantity is known as form factor. RMS value divided by average value is called form factor എന്ന് പറഞ്ഞു. നമുക്കറിയാം RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.637 ഇൻറ്റു മാക്സിമം വാല്യൂ. അപ്പോൾ ഇവിടെ മേലും മാക്സിമം വാല്യൂ ഉണ്ട്, താഴെ മാക്സിമം വാല്യൂ, അത് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി 0.707 ഡിവൈഡഡ് ബൈ 0.637 വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.11 കിട്ടും. അപ്പോൾ ഫോം ഫാക്ടർ കിട്ടി, 1.11 കിട്ടി. അടുത്ത ഡെഫിനിഷൻ ശ്രദ്ധിക്കുക, പീക്ക് ഫാക്ടർ നോക്കുക. പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ എന്നെ പറയുന്ന പേരാണ് പീക്ക് ഫാക്ടർ. അതായത് ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു ദ RMS വാല്യൂ ഓഫ് എൻ അൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് എ പീക്ക് ഫാക്ടർ എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ ആണ്. മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെയും മാക്സിമം വാല്യൂ ഉണ്ട്, താഴെയും മാക്സിമം വാല്യൂ ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി 1 ഡിവൈഡഡ് ബൈ 0.707 എന്ന് വരും. 1 ഡിവൈഡഡ് ബൈ 0.707 ചെയ്ത് കഴിഞ്ഞാൽ 1.414 എന്ന് കിട്ടും. ഇതാണ്
പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോം ഫാക്ടറിൻ്റെ വാല്യൂ 1.11 ആണ്. പീക്ക് ഫാക്ടറിൻ്റെ വാല്യൂ 1.414 ആണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് AC നോക്കാം. നമ്മൾ DC യുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് AC ഉള്ളത് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ദ ജനറേഷൻ ഓഫ് AC ഈസ് ചീപ്പർ ദാൻ ദാറ്റ് ഓഫ് DC. അതായത് ഒരു ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC ജനറേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ ചീപ്പറാണ് AC എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് AC മെഷീൻസ് ആർ സിമ്പിൾ, സോ ഡു നോട്ട് റിക്വയർ മച്ച് അറ്റൻഷൻ ഫോർ ദയർ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഡ്യൂറിങ് ദയർ യൂസ്. ഇപ്പോൾ ഒരു DC മെഷീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് AC മെഷീൻസ് വളരെ സിമ്പിളാണ്. അപ്പോൾ അതായത് മെയിൻ്റനൻസും മറ്റ് റിപ്പയേഴ്സൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അത് അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് വൈഡ് റേഞ്ച് ഓഫ് വോൾട്ടേജസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ദ യൂസ് ഓഫ് ട്രാൻസ്ഫോമർ. നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് AC-യിൽ ഡിഫറെൻറ്റ് വോൾട്ടേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരിക്കലും DC-യിൽ നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ AC ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഏത് വോൾട്ടേജ് വേണമെങ്കിലും നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ DC-യിൽ വോൾട്ടേജ് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ചെയ്യാറ് DC-നെ ആദ്യം AC-ലോട്ട് മാറ്റും, എന്നിട്ട് വേണ്ട വോൾട്ടേജിലാക്കും, എന്നിട്ട് ആ വോൾട്ടേജിൽ നിന്ന് വീണ്ടും എന്താക്കി മാറ്റും, DC-ലോട്ട് മാറ്റാണ് ചെയ്യാറ്. പക്ഷേ ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ നമുക്ക് AC-നെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ DC-യുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് AC-ൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ആൻ ഇൻഡക്റ്റൻസ് ഓർ എ കണ്ടക്ടർ വിത്തൗട്ട് എനി അപ്രീഷ്യബിൾ ലോസ് ഓഫ് എനർജി. അതായത് സാധാരണ ഒരു DC സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ റെസിസ്റ്റർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റെസിസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സർക്യൂട്ടിൽ കുറയും. പക്ഷെ അവിടെ നമുക്ക് ഒരുപാട് എനർജി ലോസ് ഉണ്ട്, ഒരുപാട് ഹീറ്റ് എനർജി ആയിട്ട് അവിടെ ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു AC സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് ഇൻഡക്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സർക്യൂട്ടിലുള്ള കറണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻഡക്റ്റൻസ് ഉപയോഗിച്ച് നമ്മൾ സർക്യൂട്ടിലുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ലോസ് ഓഫ് എനർജി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ ഇൻഡക്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർക്യൂട്ടിനകത്തുള്ള കറണ്ടിനെ എനർജി ലോസ് കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. ഇനി അടുത്ത പോയിൻ്റാണ് AC can easily be converted into DC with the help of rectifiers. നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ വളരെ എളുപ്പത്തിൽ തന്നെ DC ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാൻ പറ്റും വിത്ത് ഹെൽപ്പ് ഓഫ് റെക്ടിഫയർ ഉപയോഗിച്ചുകൊണ്ട് AC-നെ വളരെ പെട്ടെന്ന് നമുക്ക് DC ആക്കി മാറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയുന്ന കാര്യം. ലാസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് വെൻ AC is applied at a higher voltage in long distance transmission the line losses are small compared to the DC transmission. അതായത് AC ലോങ് ഡിസ്റ്റൻസിലോട്ട് ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്ത്, ഹയർ വോൾട്ടേജിൽ ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്ത് DC-നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈൻ ലോസസ് വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് AC-ൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഇനി ഡിസഡ്വാൻറ്റേജ് ഓഫ് AC നോക്കാം. പീക്ക് വാല്യൂ ഓഫ് AC ഈസ് ഹൈ ആൻഡ് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു യൂസ് സോ ബെറ്റർ ഇൻസുലേഷൻ ഇസ് റിക്വയർഡ്. AC-യിൽ ചില സമയത്ത് 0 ആയിരിക്കും, ചില സമയത്ത് പീക്ക് വാല്യൂ ആയിരിക്കും വരിക. എല്ലാ സമയത്തും AC-ൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പീക്ക് വാല്യൂ ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് തന്നെ ബെറ്റർ ഇൻസുലേഷൻ റിക്വയർഡ് ആണ്. രണ്ടാമത്തെ DC ഇലക്ട്രിസിറ്റി ഈസ് ദാറ്റ് ഈസിയർ ടു സ്റ്റോർ ദാൻ AC ഇലക്ട്രിസിറ്റി. നമുക്ക് AC സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസിയാണ് DC സ്റ്റോർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീടുകളിലൊക്കെ സാധാരണ DC ആയിട്ടാണ് ബാറ്ററികളിൽ സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പോൾ DC ആണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ്. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് സ്കിൻ എഫക്റ്റ് ഈസ് പ്രസൻറ്റ്. സ്കിൻ എഫക്റ്റ് ഈസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും ഔട്ടർ മോസ്റ്റിലൂടെയാണ് എന്ത് ചെയ്യുക, പാസ് ചെയ്യുക.
ഔട്ടർ മോസ്റ്റിലൂടെ പാസ് ചെയ്യുക പറഞ്ഞാൽ അതിൻ്റെ ഇന്നർ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നത്, അതിൻ്റെ ഏറ്റവും സെൻറ്റർ പാർട്ടിലൂടെ പാസ് ചെയ്യുന്നത് കുറവായിരിക്കും. ഏറ്റവും പുറത്തുള്ള ഔട്ടർ പെരിഫറിയിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുക. അതാണ് സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അത് കാരണം ലോസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് സ്കിൻ എഫക്റ്റ് പ്രശ്നത്തിൽ ഇതിൻ്റെ എസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ഇൻസുലേഷൻസ് ഒക്കെ റിക്വയർഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് നമുക്ക് എ സിക്ക് ഉള്ളത്. ഇനി അടുത്ത് പറയാനുള്ളതാണ് ഇഎംഎഫിക്കേഷൻ. അപ്പോൾ ഇഎംഎഫിക്കേഷൻ്റെ ഇക്വേഷൻ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, അതിൻ്റെ ഡെറിവേഷനിലോട്ടൊന്നും പോകുന്നില്ല. ഇ എന്ന് പറഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതാണ് ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇ എം സൈൻ ഒമേഗ ടി ആയിരിക്കും. ഇ എം എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ്, സൈൻ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി, ടി എന്ന് പറഞ്ഞാൽ ടൈം. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തുള്ള ഇ എം എഫ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഇ എം എഫ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. സിമിലർലി ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി ആണ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലെ കറണ്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ. ഐ എം എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട്, ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി, ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈം. ഇത്തരം കാര്യങ്ങളാണ് ഇഎംഎഫിക്കേഷൻ. ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി, ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. അപ്പോൾ ഇത് തന്നെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിൻ്റെ ഇക്വേഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്. ക്വസ്റ്റനിൽ ചെയ്യാനുണ്ടാകും, ആ സമയത്ത് ശ്രദ്ധിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഇക്വേഷൻ ഓഫ് എ സി ഈസ് ഐ ഈസ് ഈക്വൽ ടു 42.42 സൈൻ 628 ടി. ഡിറ്റർമിൻ 1 ആർ എം എസ് വാല്യൂ, 2 ആവറേജ് വാല്യൂ, 3 ഫ്രീക്വൻസി, 4 ഫോം ഫാക്ടർ, 5 പീക്ക് ഫാക്ടർ. അപ്പോൾ ആൻസറായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മളെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഐ എം സൈൻ ഒമേഗ ടി ആണ്. ക്വസ്റ്റ്യനിൽ നിന്ന് ഐ ഈസ് ഈക്വൽ ടു കിട്ടിയിട്ടുണ്ട് 42.42 സൈൻ 628 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇക്വേഷൻ 1നെയും അതേപോലെ ഇക്വേഷൻ 2നെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇക്വേഷൻ 1 ഇതാ, ഇക്വേഷൻ 1 ഇതാണ്, ഇക്വേഷൻ 2 ഇതാണ്. ഫസ്റ്റത്തെ ഇക്വേഷൻ 1 ആണ് ബേസിക് ഇക്വേഷൻ, ഇക്വേഷൻ 2 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഐ ഇവിടെ ഉണ്ട്, ഐ ഇവിടെ ഉണ്ട്. ഐ എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് 42.42 ആണ്. 42.42 എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? 42.42 ആണ് ഐ എം നമ്മൾ മനസ്സിലാക്കി. പിന്നെ സൈൻ ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും സൈൻ ഉണ്ട്. ഒമേഗൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് 628 ആണ്. അപ്പോൾ ഒമേഗ സിക്വൽ ടു 628 എന്ന് കിട്ടി. ടീൻ്റെ സ്ഥാനത്ത് ഇവിടെ ടി ഉണ്ട്, ഇവിടെയും ടി ഉണ്ട്. അപ്പോൾ ഐ എം സിക്വൽ ടു 42.42 എന്ന് കിട്ടി, ഒമേഗ സിക്വൽ ടു 628 എന്നും കിട്ടി. അതായത് മാക്സിമം കറണ്ട് 42.42 എന്നും കിട്ടി, ആംഗുലാർ വെലോസിറ്റി ഒമേഗ സിക്വൽ ടു 628 എന്നും കിട്ടി. ഇനി നമ്മളോട് ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത് ആർ എം എസ് വാല്യൂ ആണ്. ആർ എം എസ് വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ്, നോട്ട് ചെയ്തെടുക്കുക. ആർ എം എസ് വാല്യൂ സിക്വൽ ടു ഐ എം ബൈ റൂട്ട് 2. ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എം ബൈ റൂട്ട് 2 ആണ്. ഐ എം ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 42.42 ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്ന് വരും. ചെയ്ത് കഴിഞ്ഞാൽ 29.99 എന്ന് കിട്ടും. അതായത് ആർ എം എസ് വാല്യൂ കിട്ടി. അത്ര ആംബിയർ ആണ് ഇതിൻ്റെ ആർ എം എസ് വാല്യൂ ആയിട്ട് നമ്മൾ വന്നത്. അപ്പോൾ ആർ എം എസ് വാല്യൂ കാണാൻ ഇക്വേഷനാണ് ഐ എം ബൈ റൂട്ട് 2. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം, 0.707 ഇൻറ്റു ഐ എം ആയിരുന്നു നമ്മൾ ആർ എം എസ് വാല്യൂ പറഞ്ഞത്. സോ 0.707 ഇൻറ്റു 42.42 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 29.99 എന്ന് കിട്ടും. അതായത് 1/√2ൻ്റെ വാല്യൂ ആണ് ശരിക്കും 0.707. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തെന്നുള്ളൂ. സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് ഐ എം ബൈ റൂട്ട് 2 എന്നുള്ളത്, അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. എന്ത് ചെയ്താലും മതി, ആർ എം എസ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് 0.707 ഇൻറ്റു ഐ എം ചെയ്താലും ആൻസർ കിട്ടും. അങ്ങനെ ചെയ്താലും 29.99 ആംപിയർ എന്ന് കിട്ടും. ഇനി ആവറേജ് വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ്, സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് 2im ബൈ പൈ എന്ന് പറയും. 2im ബൈ പൈ എന്ന് പറയും. 2
IM/π. അപ്പോൾ 2 എന്നുള്ളത് 2 ഇൻറ്റു IM എന്ന് പറഞ്ഞാൽ 42.42 ആണ്. പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 27.01 കിട്ടും. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവറേജ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷനാണ് 0.637 ഇൻറ്റു IM ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആവറേജ് വാല്യൂ കാണാൻ പറ്റും. 2 ഡിവൈഡഡ് ബൈ പൈൻ്റെ വാല്യൂ ആണ് 0.637 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ രീതിയിലും കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നൽകി എഴുതിയതാണ് 2IM/π. അപ്പോൾ 0.637 ഇൻറ്റു 42.42 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 27.1 കിട്ടും. അപ്പോൾ RMS വാല്യൂ കിട്ടി 29.99 ആംബിയർ എന്ന് കിട്ടി. ആവറേജ് വാല്യൂ കിട്ടി 27.01 ആംബിയർ എന്നും കിട്ടി. ഇനി നമുക്ക് ഫ്രീക്വൻസിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അറിയണ ഇക്വേഷൻ നമ്മൾ നേരത്തെ റിലേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. സോ അത് നമ്മൾ എഫിൻ്റെ വാല്യൂ കണ്ടെത്തി. എഫ് ഇസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ 2π. അതായത് നമുക്ക് എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫിനെ ഇവിടെ നിർത്തി ബാക്കിയുള്ള ഈ 2πനെ ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. സോ ഒമേഗ/2π ആയിട്ട് മാറി. ഒമേഗ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടെത്തി 628 ആണ്. ഡിവൈഡഡ് ബൈ 2π എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3.14 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100 ഹെർട്സ് എന്ന് കിട്ടും. ഇനി ഫോം ഫാക്ടർ കാണണം. അതേ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, ഫോം ഫാക്ടറാണ്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് ഫോം ഫാക്ടർ. RMS വാല്യൂ നമ്മൾ കണ്ടെത്തി 29.99 ആണ്. അതേപോലെ ആവറേജ് വാല്യൂ നമ്മൾ കണ്ടെത്തി 27.01 എന്ന് കണ്ടെത്തി. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.11 കിട്ടും. ഇതെപ്പോഴും കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ഫോം ഫാക്ടറിൻ്റെ വാല്യൂ 1.11 ആണ്. ഇനി പീക്ക് ഫാക്ടറാണ് കാണാൻ പോകുന്നത്. പീക്ക് ഫാക്ടർ കാണാനുള്ള ഇക്വേഷനാണ് മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 42.42 ആണ്. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 29.99 ആണ്. 42.42 ഡിവൈഡഡ് ബൈ 29.99 ചെയ്താൽ 1.41 കിട്ടും. ഇതും കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. പീക്ക് ഫാക്ടറിൻ്റെ വാല്യൂ എല്ലാ സമയത്തും 1.41 ആയിരിക്കും. ഏത് വാല്യൂ ചെയ്താലും അത് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റാണ്. സോ ഫോം ഫാക്ടർ കിട്ടി 1.11, പീക്ക് ഫാക്ടർ കിട്ടി 1.41. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ശ്രദ്ധിക്കാം. An alternating current of frequency 60 Hz and a maximum value of 120 ampere. Write the equation for instantaneous value. Also find A. Instantaneous value after 1/360 second. B. Time take to reach 96 ampere. 96 ampere എത്താനുള്ള സമയം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം IM മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 120 ആംബിയർ ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 120 ആംബിയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 60 ഹെർട്സ് ആണ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടി 2 ഇൻറ്റു പൈ ഇൻറ്റു എഫിൻ്റെ സ്ഥാനത്ത് 60 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 120 പൈ എന്ന് കിട്ടി. ഒമേഗ സിക്വൽ ടു 2πf ആണ്. 2 ഇൻറ്റു പൈ ഇൻറ്റു 60 എന്ന് നമുക്ക് എന്ത് കിട്ടി? 120 പൈ എന്നും കിട്ടി. അപ്പോൾ ഒമേഗ സിക്വൽ ടു 120 പൈ എന്ന് കിട്ടി. IM 120 ആംബിയർ, എഫ് 60 ഹെർട്സ്, അതേപോലെ ഒമേഗ സിക്വൽ ടു 120 പൈ എന്നും കിട്ടി. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള ആദ്യം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ അല്ലെങ്കിൽ ഇക്വേഷൻ ഫോർ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിൻ്റെ ഇക്വേഷനാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിൻ്റെ ഇക്വേഷനാണ്, ബേസിക് ഇക്വേഷനാണ് I is equal to IM sin omega t. ബേസിക് ഇക്വേഷനാണ് I is equal to IM sin omega t. അപ്പോൾ ഇവിടെ IMൻ്റെ സ്ഥാനത്ത് 120 ആണ്. അതേപോലെ സൈൻ അതേപോലെ ഇവിടെ എഴുതി. ഒമേഗൻ്റെ സ്ഥാനത്ത് 120 പൈ ആണ്. അതേപോലെ ടൈമിൻ്റെ സ്ഥാനത്ത് ടി ആണ് അവിടെ അതേപോലെ എഴുതി. അപ്പോൾ 120 ഇൻറ്റു സൈൻ ഇൻറ്റു 120 പൈ ഇൻറ്റു ടി എന്നും കിട്ടി. സോ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിന് ഇക്വേഷൻ കിട്ടി. I is equal to 120
120 സൈൻ 120 പൈ ടി എന്ന് കിട്ടി. ഇതാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ പറഞ്ഞ ഭാഗമായിരുന്നു, അത് നമ്മൾ കണ്ടെത്തി. I is equal to 120 സൈൻ 120 പൈ ഇൻറ്റു ടി. ഇനി രണ്ടാമത് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആഫ്റ്റർ 1/360 സെക്കൻഡ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം ഇക്വേഷൻ 1 എടുത്തു. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ I is equal to സൈൻ 120 പൈ ഇൻറ്റു ടി ആണ്. സോ 120 ഇൻറ്റു സൈൻ 120 ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ആണ് ഇൻറ്റു ടീൻ്റെ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് 1/360 സെക്കൻഡ് ആണ്. അപ്പോൾ ടീൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? 1/360 സെക്കൻഡ് എന്ന് കൊടുത്തു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കാൽക്കുലേഷൻ സൈൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാണുന്ന സമയത്ത് കാൽക്കുലേറ്റർ റേഡിയൻ മോഡിലായിരിക്കണം. അപ്പോൾ ഡിഗ്രിയിലുണ്ടാവും നിങ്ങളുടെ കാൽക്കുലേറ്റർ, അതേപോലെ റേഡിയനിലുണ്ടാകും. അപ്പോൾ ഷിഫ്റ്റ് മോഡ് അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് മോഡ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ റേഡിയൻ മോഡ് ഉണ്ടാകും. ചില കാൽക്കുലേറ്റർക്ക് 4 റേഡിയൻ മോഡ് കാണിക്കുക. അപ്പോൾ ആ 4 നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയൻ മോഡിലോട്ട് മാറും. അങ്ങനെ റേഡിയൻ മോഡിലോട്ട് മാറിയിട്ട് മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യാവൂ. ഡിഗ്രിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റർ ഷുഡ് ബി ഇൻ റേഡിയൻ മോഡ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 120 ഇൻറ്റു സൈൻ 120 ഇൻറ്റു 3.14 ഇൻറ്റു 1/360 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 103.9 ആംപിയർ 103.9 ആംപിയർ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് 1/360 സെക്കൻഡ് സമയത്തുള്ള അൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വാല്യൂ ആണ് 103.9 ആംപിയർ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ടൈം ടേക്കൻ ടു റീച്ച് 96 ആംപിയർ. 96 ആംപിയർ എത്താനുള്ള അല്ലെങ്കിൽ 96 ആംപിയർ എത്താനുള്ള സമയമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്, ടൈമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ബേസിക് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂൻ്റെ ഇക്വേഷനാണ് I is equal to 120 ഇൻറ്റു സൈൻ 120 ഇൻറ്റു പൈ ഇൻറ്റു ടി. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ബേസിക് ഇക്വേഷൻ. ഇതിൽ നമുക്ക് കാണേണ്ടത് ഈ 96 ആംപിയർ എത്തുന്ന സമയത്ത് എത്ര സമയം ആണ് നമുക്ക് കാണുന്നത്, അതായത് ഇതിലെ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെയുള്ള I 96 ആകുന്ന സമയത്തുള്ള ഇവിടെയുള്ള ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ സ്ഥാനത്ത് 96 ആംപിയർ ആകുന്ന സമയത്താണ് കാണേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ 96 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 120 ഇൻറ്റു സൈൻ ഇൻറ്റു 120 ഇൻറ്റു പൈ ഇൻറ്റു ടീനെ നമുക്ക് കണ്ട് ടി അതേപോലെ അവിടെ എഴുതി. ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി സൈൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ വെച്ചു, ബാക്കിയുള്ള ആളുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 96 ഇവിടെ ഉണ്ട്. ഈ 120 എന്ത് ചെയ്യും? ഇവിടെയുള്ള 120 സൈൻ ഈക്വൽ സൈൻ്റെ പുറത്തോട്ട് വരുമ്പോൾ അവിടെ ഗുണിക്കാനാണ്, ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് മാറും? ഹരിക്കാനായിട്ട് മാറും. അപ്പോൾ 96/120 ആയിട്ട് മാറി. ബാക്കി ഇവിടെ സൈൻ 120 ഇൻറ്റു പൈ ഇൻറ്റു ടി എന്ന് കിട്ടി. 96/120 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ സൈൻ ഓഫ് 120 ഇൻറ്റു പൈ ഇൻറ്റു ടി എന്ന് കിട്ടി. ഇനി ഈ സൈൻ വാല്യൂവിനെ ഈക്വൽ സൈൻ്റെ പുറത്ത് കൊണ്ടുവന്നാൽ, സമത്തിന് പുറത്ത് കൊണ്ടുവന്നാൽ സൈൻ ഉള്ളത് എന്തായിട്ട് മാറും? ഇവിടെ എത്തുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 0.8 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? ഈക്വൽ ടു 120. ബാക്കി ഇവിടെ ആരൊക്കെയുണ്ട്? സൈൻ പോന്നു കഴിഞ്ഞാൽ ബാക്കി 120 പൈ ടി എന്ന് കിട്ടി. ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് 0.8 എന്ന് പറഞ്ഞാൽ 0.927 ആണ്. സോ 0.927 ഈസ് ഈക്വൽ ടു 120 ഇൻറ്റു പൈ ഇൻറ്റു ടി എന്ന് കിട്ടി. ഇനി ഈ 120നെ പൈനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, സമത്തിന് പുറത്തോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവരുന്ന സമയത്ത് 0.927 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 3.14 എന്ന് കിട്ടി. കാരണം 120 ഇൻറ്റു പൈ അവിടെ ഗുണിക്കാനാണ്, പുറത്ത് വരുമ്പോൾ ഹരിക്കാനായിട്ട് മാറി. ഈക്വൽ ടു ടി എന്ന് കിട്ടി. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ഈസ് ഈക്വൽ ടു 2.46 ഇൻറ്റു 10⁻³ സെക്കൻഡ് കിട്ടും. അതായത് 96 ആംപിയർ എത്താനുള്ള സമയമാണ്. ഓരോ സമയത്തും ഓരോ വാല്യൂ ആണ്. അപ്പോൾ 96 ആംപിയർ എത്താനുള്ള സമയമാണ് 2.46 ഇൻറ്റു 10⁻³ സെക്കൻഡ് ആകുന്ന സമയത്തായിരിക്കും ഇവിടെയുള്ള കറണ്ട് 96 ആംപിയറിലോട്ട് എത്തുന്നുണ്ടാവുക. ഇതാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ശ്രദ്ധിക്കുക.
ഡിറ്റർമൈൻ ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് എൻ EMF 141.4 വോൾട്ട് മാക്സിമം ആഫ്റ്റർ എ 0.001 സെക്കൻഡ് ഫ്രീക്വൻസി ഈസ് 50 ഹെർട്സ്. അതായത് ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിൻ്റെ മാക്സിമം വാല്യൂ 141.4 വോൾട്ടാണ്. അതിൻ്റെ 0.001 സെക്കൻഡ് കഴിയുമ്പോഴുള്ള അല്ലെങ്കിൽ അത് തീരുന്ന സമയത്തുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് തന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കാം, ക്വസ്റ്റ്യനിൽ മാക്സിമം വോൾട്ടേജ് തന്നിട്ടുണ്ട് 141.4 വോൾട്ട്. ടൈം തന്നിട്ടുണ്ട് 0.001 സെക്കൻഡ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 ഹെർട്സ്. ഫ്രീക്വൻസി തന്നാൽ നമുക്ക് ആംഗുലാർ വെലോസിറ്റി കാണാൻ പറ്റും. സോ ഒമേഗ = 2πf ആണ്. 2 × π × f എന്ന് പറഞ്ഞാൽ 50, അപ്പോൾ 100 π എന്ന് കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് 0.001 സെക്കൻഡ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ അത് തീരുന്ന സമയത്തുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഇവിടെ വോൾട്ടേജ് ആയതുകൊണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് E = EM sin ωt. EM sin ωt. EM എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി, T എന്ന് പറഞ്ഞാൽ ടൈം. സോ 141 EM എന്ന് പറഞ്ഞാൽ 141.4 ആണ് അല്ലേ. സോ EM എന്ന് പറഞ്ഞാൽ 141.4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈന് ഒമേഗൻ്റെ സ്ഥാനത്ത് ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 100 π ആണ്. സോ 100 π ഇൻറ്റു T എന്ന് പറഞ്ഞാൽ നമുക്ക് കാണേണ്ടത് 0.001 സെക്കൻഡ് ആകുന്ന സമയത്ത്, അപ്പോൾ ടീൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു 0.001 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 141.4 സൈൻ ഇൻറ്റു 100 × 0.001 എന്ന് പറഞ്ഞാൽ 0.1 π എന്ന് കിട്ടി. 141.4 ഇൻറ്റു സൈൻ ഓഫ് 0.1 ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 43.67 വോൾട്ട് എന്ന് കിട്ടും. അതായത് മാക്സിമം വോൾട്ടേജ് 141.4 വോൾട്ടും ഫ്രീക്വൻസി 50 ഹെർട്സുമായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിൻ്റെ 0.001 സെക്കൻഡ് സമയത്തുള്ള വാല്യൂ ആണ് 43.67 വോൾട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.